ഒരു ദിവസം ഉണ്ടിരിക്കുന്ന നായർക്ക് ഉച്ചയ്ക്ക് ഒരു വിളി തോന്നി എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു വിളി തോന്നി. CSTയിലേക്ക് പോകണം. കേട്ട പാതി കേൾക്കാത്ത പാതി ദുർഗയും ബാഗും തൂക്കി എൻ്റെ കൂടെ പുറപ്പെട്ടു. ഞങ്ങളങ്ങനെ റിക്ഷ പിടിച്ച് സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിലെത്തി ചൂടെടുത്ത് പൊരിഞ്ഞ് പുകഞ്ഞപ്പോൾ ഞാൻ ആകാശത്തേക്ക് ഒന്ന് നോക്കി, വല്ല മഴയും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷയില്ല. മേഘങ്ങൾ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. പരിഹസിക്കുകയാണോ എന്ന് എനിക്ക് സംശയം തോന്നി. അപ്പോഴേക്കും ട്രെയിൻ വന്നു. ട്രെയിനിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം 10 മണി കഴിഞ്ഞല്ലോ. വലിയ പ്രശ്നമൊന്നുമില്ല, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ദയനീയമായി നോക്കി വല്ലയിടത്തും ഇരിക്കാൻ സീറ്റ് കിട്ടുമെന്ന്. ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ ദുർഗ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എവിടെയാണ് അവർക്ക് ഇറങ്ങണേ. അതായത് ഇവിടുത്തെ ഒരു സിസ്റ്റം അതാണ്, കയറിയ ഉടനെ നമ്മൾ അവരോട് ചോദിക്കണം എവിടെയാണ് അവർ ഇറങ്ങണേന്ന്. ചിലവർക്കത് ഇഷ്ടാവില്ല. ചിലർ കയറി ഇരിക്കുമ്പോഴേക്കും നമ്മൾ അവരവിടെ എവിടെയാണ് ഇറങ്ങണേ വെച്ചാൽ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. ദുർഗ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ അങ്ങനെ ചോദിച്ച് അവൾ സീറ്റ് പിടിച്ചു. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്, കയറിയ ഉടനെ ചോദിച്ച് സീറ്റൊക്കെ പിടിച്ച് വെക്കണം, അല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല. ട്രെയിൻ കയറുമ്പോൾ ഒരുപാട് നിയമാവലികളുണ്ട്. അതറിയാത്തവർ പെട്ടുപോകും. പ്രത്യേകിച്ച് 10 മണി വരെ ഇവിടെ ഭയങ്കര അടിപിടി സാഹസമാണ് ട്രെയിൻ കയറാനും കയറി കഴിഞ്ഞിട്ട് ഇരിക്കാനുമായിട്ട്. 10 മണി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും നമ്മൾ സീറ്റ് ചോദിച്ചു വെക്കണം അത്ര. എന്നും ട്രെയിനിൽ പോകുന്നവർക്ക് ഇത് പ്രശ്നമില്ല. പോകാത്ത ആൾക്കാരുടെ കാര്യം കട്ട പുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ സ്വന്തം ഭംഗിയൊന്ന് നോക്കി, ഞാൻ തന്നെ എന്നെ കണ്ട് ഞെട്ടിപ്പോയി. അതോടുകൂടി ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ CST സ്റ്റേഷനിലെത്തി. ഞങ്ങൾ ഇറങ്ങി. ഇതാണ് നമ്മുടെ ചരിത്രപ്രസിദ്ധമായ ഛത്രപതി ശിവാജി ടെർമിനൽ സ്റ്റേഷൻ കേട്ടോ. ഏറ്റവും വലിയ സ്റ്റേഷനാണ്. ഇവിടെയാണ് എല്ലാ മുംബൈയിലെ ലോക്കൽ ട്രെയിനും വരുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെയാണ് എത്തിച്ചേരുന്നത്. ഇതാണ് മെയിൻ സ്റ്റേഷൻ ബോംബെയിലത്തെ. ഇവിടുന്ന് എല്ലാവരും ജോലിക്കാരൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇവിടുന്ന് പിന്നെ അവരവരുടെ ജോലി സ്ഥലത്തേക്ക് പോകും. അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര വലിയ സ്റ്റേഷനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓൾറെഡി. എന്നാലും ഞാൻ വെറുതെ ഒന്ന് എൻ്റെ വക തള്ളണതാന്ന് മാത്രം. പിന്നെ ഇവിടെയാണ് അന്ന് വലിയ ഒരു വെടിവെപ്പൊക്കെ നടന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഇവിടെയാണ് അതൊക്കെ നടന്നത്. ഇവിടെയാണ് വൈകുന്നേരം ആൾക്കാർ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഭയങ്കര ദാരുണമായ അല്ലെങ്കിൽ വിഷമകരമായ സംഭവം ഉണ്ടായത്. ആ സ്റ്റേഷനാണിത്. ഇതാണ് ആ സ്ഥലം. ഇനി ഞങ്ങൾ ഇവിടുന്ന് ക്രഫോർഡ് മാർക്കറ്റിലേക്ക് പോകാനാണ്. ഇവിടുന്നാണ് എല്ലാവരും അവനവൻ്റെ ജോലി സ്ഥലത്തേക്ക് പോവുക. ഞങ്ങളങ്ങനെ സബ്വേ കൂടെ അല്ലെങ്കിൽ ഡയറക്റ്റ് നടന്നിട്ട് ക്രഫോർഡ് മാർക്കറ്റിലേക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു. സ്റ്റേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ മതിയാവണില്ല. അതാണ് ഞാനിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുടെ നിന്ന് മടി കിട്ടാഞ്ഞത് ഭാഗ്യം. ചിലവരെന്നെ തുറച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊന്നും മൈൻഡ് വെച്ചേ ഇല്ല. ഇതാണ് സബ്വേ കൂടെ ക്രോസ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്ത് സിറ്റിയിലേക്ക് കിടക്കാം. ഞങ്ങളങ്ങനെ സബ്വേ ക്രോസ് ചെയ്യാണ്ട് തന്നെ ക്രഫോർഡ് മാർക്കറ്റിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ പണ്ടത്തെ കെട്ടിടങ്ങളാണ് ഇതൊക്കെ കാണുന്നത്.